ഹായ് ഹായ് ഹായ്. അങ്ങനെ തലേ ദിവസം രാത്രി സർവത്ര പ്ലാനിങ്ങും കഴിഞ്ഞ് രാവിലത്തേക്ക്, അതായത് പിറ്റേ ദിവസത്തേക്ക് വേണ്ട സ്കെച്ച് എല്ലാം തയ്യാറാക്കി രാവിലെ നേരത്തെ എണീക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം എന്ന് ഓർത്ത് കിടന്ന കിടപ്പ. പക്ഷെ രാവിലെ ഏറ്റപ്പം സർവത്ര മൂടും പോയി, ഒന്നും ചെയ്യാൻ തോന്നിയില്ല. വേറൊന്നുമില്ല, കിളി പറന്നിരിക്കണ അവസ്ഥ. പിന്നെ ആലോചിച്ച് കൊഞ്ഞനം കുത്തി കോക്കറി കുത്തി ഫോണും നോക്കി ഇങ്ങനെ ഇരുന്ന് സമയം കളയണ്ടെന്ന് ഓർത്ത് ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് ബ്രഷ് ചെയ്ത് നടക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലത്തെ നടത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് നമ്മുടെ ലോകത്തേക്ക് കയറിയിട്ടോ. ഇവിടെ നമ്മളില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. തലേ ദിവസേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് നല്ല കുറ്റിപ്പയർ ഉണ്ടായിരുന്നു, നല്ല വയലറ്റ് കളർ പയർ. അപ്പോൾ അത് പയർ നന്നായിട്ട് ഒടിച്ച് കഴുകി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്ന വഴിയല്ലേ എന്നോർത്ത് ഫ്രിഡ്ജ് തുറന്ന് കയ്യോട് തന്നെ എടുത്ത് അടുക്കളയിലേക്ക് വെച്ചു. ചോറൊക്കെ ബുദ്ധിപൂർവ്വം തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഫ്രഷ് ആവാൻ പോയത്. അതുകൊണ്ട് ചൂടായിട്ടിരുന്നോളൂ വേഗം. തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല പുറമേ നല്ല വയലറ്റ് കളർ വയറായിരുന്നു. അപ്പോൾ ഉള്ളും വയലറ്റ് ആയിരിക്കും എന്നോർത്താണ് വാങ്ങിച്ചത്. പക്ഷേ അല്ലായിരുന്നു. പണ്ട് പപ്പായ്ക്ക് ഇത് വയലറ്റ് മണിപ്പയറിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ നമുക്ക് അബദ്ധം പറ്റും. കുറ്റിപ്പയറായതുകൊണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം, ഇല്ലെങ്കിൽ നാരുണ്ടാവും. നല്ല നാരുണ്ടാവും, കഴിക്കാൻ പറ്റില്ല. ഇവിടെ ഹൈലൈറ്റ് മുരിങ്ങയില കറിവേപ്പില. കരിയാപ്പിലയുടെ തണ്ട് പോലും ഞാൻ കളയത്തില്ല കേട്ടോ. അങ്ങനെ കുരുകുരാന്ന് കരിയാപ്പിലയുടെ തണ്ടൊക്കെ അതിനകത്തേക്ക് മുറിച്ചിട്ട് ഞാൻ ഭദ്രമായിട്ട് അങ്ങ് മൂടി വെച്ചു. ഇത് കുറേ നാളായിട്ട് ഇരിക്കണ മത്തങ്ങ. അപ്പം ഇന്ന് നല്ല കൂട്ടിക്കുഴച്ച് ചോറുണ്ടാൻ വേണ്ടി പരിപ്പും മത്തങ്ങ ആക്കാം. ഇത് കുറേ നാളായിട്ട് ഇരിക്കണ മത്തങ്ങ. ഇനി ഇരുന്നത് ചീത്തയായിപ്പോ എൻ്റെ തലമണ്ടി അടിച്ച് പൊട്ടിക്കും. ഒരു 3-4 അടുപ്പും കൂടെ വേണം. അതാകുമ്പോൾ ഷടപടിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങ് വയ്ക്കായിരുന്നു. എൻ്റെ ഒരു ഇത് വെച്ച് ഈ സ്ലാബ് മുഴുവൻ ഗ്യാസിൻ്റെ അടുപ്പായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഒന്നിനും തികയില്ല എനിക്ക്. ഇനി ഇത് മുറിക്കാം. മറ്റേ സിനിമയ്ക്കകത്ത് തിളക്കത്തിനകത്ത് കൊച്ചിൻ ഖലീഫ ഇങ്ങനെ ചെത്തി ഹെൽമെറ്റ് പോലെ തലയിൽ വെക്കും പോലെ ചെത്തി നമുക്ക് തലയിലേക്ക് എടുത്ത് വെക്കാറുണ്ട്. ദൈവമേ, പണിയായ? ഇല്ല കുഴപ്പമില്ല. അത്രയും വേണ്ട, ശകലം മതി. മുറിച്ച്. വാവ്, നല്ല കളറ്. കുരു പാകായിരുന്നു, നല്ല മൂത്ത കുരുവാണ്. ഇനി ഇതെന്നാ ചെയ്യും? ചീത്തയായി പോവോ? പുറത്ത് ഫുൾത്തന്നെ വലിച്ച് മുറിച്ചാൽ പാട്. ഈ കുരു എന്നാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളിങ്ങനെ അത് പോയി കഴുകിക്കൊണ്ട് വരാം. സമയം പോണോ എന്റെ ദൈവമേ, പറ്റണില്ല. അത് മുറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിനകത്തൊരു കുഞ്ഞി പരിപ്പുണ്ട്, അത് പോയി. ഇതിൻ്റെ അകത്തൊരു കുഞ്ഞി പരിപ്പുണ്ട്, അത് നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതും പോയി, എല്ലാം പോയി. സമയമില്ലാത്ത സമയത്ത് സമയം വേഗം പിന്നെ കാണിച്ചു തരാം. ഒരു ഇല്ലാതെ കഴിഞ്ഞ് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കുഞ്ഞി കുക്കർ പോയി, അതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ കാപ്പിക്കുള്ള പയർ വേവിച്ച് മാറ്റിയിട്ട് വേണം പരിപ്പ് മത്തങ്ങ അടുപ്പത്ത് വെക്കാൻ. ഇനി അത് കുക്കറോട് കൂടി ചെന്ന് അതിൻ്റെ അടപ്പ് മാറിയെടുക്കണം, അല്ലെങ്കിൽ സെറ്റ് ആവില്ല. 1-2 തവണ തന്നെ കടയിൽ കൊണ്ടുവരുന്നത് പറഞ്ഞു കുക്കറും കൂടെ കൊണ്ടുവരുന്നതാണ്. ഞാനും കൂടി പോകണം വീട്ടിൻ്റെ കൂടെ. അത് ശരിയാണ്, ഓടിപ്പോയിട്ട് വരാം. താഴെ ഇല്ലേ? ഇനി മുകളിൽ കയറണോ? ഇച്ചിരി പച്ചക്കുരുമുളക് പറിക്കാൻ വന്നാൽ താഴെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത്രേ കിട്ടിയുള്ളൂ. നമുക്ക്
മീൻ വറക്കാൻ വേണ്ടിയാണ്. ഇത് മാത്രമല്ല വേറെ സൂത്രമൊക്കെ ഉണ്ട് മീൻ വറക്കാൻ. ആ സമയം പോയി, അപ്പോൾ റെഡിയായി. മാരി വലിച്ചിട്ടേക്കുക. അങ്ങനെ ഓടിക്കളിച്ച് അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. നല്ല വയലറ്റ് പയർ, പച്ച പയറായിപ്പോയി. എനിക്ക് സങ്കടം വന്നു. ആ സാരില്ല പോട്ടെ. പിന്നെ എണ്ണ ഒഴിച്ച് അതേ ചീഞ്ചിരിയിലേക്ക് അടുക്കൊക്കെ പൊട്ടിച്ച് പിന്നെ അവൻ്റെ മസിൽമാൻ ഏറ്റു വന്നിട്ടുണ്ടായിരുന്നു. വാരിയല് പറക്കി എടുക്കാം. കരിയാപ്പില എന്നെ ചീത്ത പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? കരിയാപ്പില എന്തോരുണ്ടെങ്കിൽ ഞാൻ വാരിയിടും. അത് ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. അങ്ങനെ കുഞ്ഞിനെ അവിടെ അടുപ്പം തറ ഇരുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ കറിവേപ്പില ആ ഇടികല്ലിലിട്ട് ഒന്നും ചതച്ചെടുത്തു കേട്ടോ. പിന്നെ ചുവന്നുള്ളി, നല്ല ഒത്തിരി ചുവന്നുള്ളി ഞാൻ ഇടുവേ. അങ്ങനെ ഒത്തിരി ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല കേട്ടോ, അത്യാവശ്യത്തിന്. അങ്ങനെ ചുവന്നുള്ളിയൊക്കെ ഇടിച്ചെടുത്ത് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഇട്ടു. എൻ്റെ അമ്മോ ഇപ്പോൾ ഒരു മണം വരും, ഉള്ളി മൂപ്പിക്കണ മണം. എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഉള്ളി പയ്യൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ചതച്ച മുളകില്ലേ, നല്ല ചുമന്ന മുളക്, അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, പയറിട്ട് തട്ടി. ചതച്ച മുളകൊന്ന് പയ്യൊന്ന് വാടണം കേട്ടോ. പിന്നെ പയറിട്ട് തട്ടി നന്നായിട്ട് ഇളക്കി അങ്ങ് മൂടി അങ്ങ് വെച്ചു. അവിടെ ഇരുന്ന് പയ്യൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇത് എന്നൊന്ന് മനസ്സിലായോ? ഞാൻ അതിലെ പറമ്പിക്കൂടെയൊക്കെ നടന്ന് പറിച്ചില്ലേ രാവിലെ. പുളിയാരില നമ്മൾ ഇത് തേച്ച് വെച്ച് മീൻ വറക്കണം. ചാളയാണ് ബെസ്റ്റ്. പുളിയാരില, ഇഞ്ചി, വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം. വെളുത്തുള്ളി ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ്. ചാളയ്ക്ക് വെളുത്തുള്ളി അല്ല, പക്ഷേ ഞാനിപ്പോൾ ചാളയല്ലേ എടുത്തേക്കണം. ഞാൻ ചൂരയായിട്ട് എങ്ങനെ ഉണ്ട്. ചൂരയ്ക്ക് എനിക്ക് ഇഷ്ടമാണെന്ന് അറിയത്തില്ല, അല്ല കൊള്ളാമെന്ന് അറിയത്തില്ല, എന്നാലും വെളുത്തുള്ളി ഇടുന്നില്ല. അപ്പോൾ പുളിയാരില കഴുകി വെച്ചേക്കണം കേട്ടോ. പച്ചക്കുരുമുളക് ഇച്ചിട്ടാണ്, നല്ല കാന്താരി മുളക്, ഇഞ്ചി, ശക്കല മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നമുക്ക് അരച്ചെടുത്ത് മീനിലേക്ക് തിരുമാം. എന്നിട്ട് മീൻ വറക്കണം. അപ്പോൾ നല്ല അന്നേരമാണ് ശരിക്കും പച്ചമീൻ ആ പേര് അന്വർത്ഥമാകുന്നത്. കുറച്ചെടുത്ത് മാറ്റുക. നമുക്ക് ചാള കിട്ടുമ്പോൾ ചാളയിൽ പരീക്ഷിച്ചു നോക്കാം. ഭയങ്കര സ്നേഹമാണല്ലോ. അയ്യോ എൻ്റെ കരിഞ്ഞു. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് കിടക്കാതെ. നല്ല മണം. ഇതോടുകൂടി അപ്പടി എടുത്ത് വിടുങ്ങാൻ തോന്നും. മുണ്ടുങ്ങുന്നു. ഈ അടുക്കളയിൽ നിൽക്കുന്നവർക്ക് ഒരു മിനിമം ഒരു 10 കൈ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സഹായമായിരുന്നു അല്ലേ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മനുഷ്യന്മാർ കണ്ടാൽ പേടിച്ചോടുമല്ലോ ദൈവമേ എന്ന് ഓർക്കുമ്പോൾ വേണ്ടാന്ന് തോന്നും. പിന്നെ അപ്പൂൻ്റെ പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറ് ഒരു സൈഡിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ആ ഗ്യാപ്പുള്ള സൈഡിൽ നമ്മുടെ പയർ, നമ്മുടെ വയലറ്റ് പയർ മെഴുക്ക് വരട്ടി നല്ല കറിവേപ്പിലേക്ക് ഇഷ്ടം പോലെ ഇട്ടതാണേ. പിന്നെ നല്ല പച്ചമീൻ, അതായത് പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പല പച്ചമീൻ വറുത്തതേയും വെച്ച് അപ്പൂൻ്റെ ലഞ്ച് ബോക്സ് അടച്ച് നല്ല ടർക്കി ഇട്ട് പൊതിഞ്ഞ് അവക്കും കൊടുത്തു കേട്ടോ. ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല, അവള് സമയം പോയി എന്നും പറഞ്ഞ് ഓട്ടമായിരുന്നു. ഞാൻ വെച്ചോളാന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് ഞാനൊരു കുഞ്ഞ് അടുക്കിപ്പറക്ക, അതായത് വളരെ ചെറിയൊരു അടുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ റിലാക്സ് ആയിട്ട് ഇരുന്ന് ചായയൊക്കെ കുടിക്കും കേട്ടോ. എൻ്റെ ദൈവമേ, അന്നേരം കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞിനും പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മയെ അപ്പം താന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ വേഗം അങ്ങ് എടുത്ത് കൊടുത്തു. ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല. എന്തോ ഇന്ന് ഇങ്ങോട്ട് ചോദിച്ചു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവനും അപ്പമൊക്കെ കൊടുത്തിട്ട് ഞാൻ അടുത്ത് ഇങ്ങനെ നിന്നു വിട്ടോ ഇവൻ തിന്നുന്നത് കാണാൻ വേണ്ടി. പിന്നെ തലയിലൊക്കെ പയ്യെ തലോടിയൊക്കെ കൊടുത്ത് പയ്യെ കൊഞ്ചിച്ച് പറക്കി ഒക്കെ തീറ്റിക്കുവാണെങ്കിൽ മുഴുവൻ തിന്നോളും. ഇല്ലെങ്കിൽ പകുതി തിന്നിട്ട് അമ്മയെ മതിയെന്നും പറഞ്ഞ് ഏറ്റുപോകും. അവനെ അവിടെ കൊഞ്ചിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മത്തങ്ങാക്കറി വെക്കണ്ടേ. അപ്പം മത്തങ്ങാക്കറിക്ക് ആവശ്യമായിട്ട് ഞാൻ തേങ്ങ എണ്ണി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തേക്ക് ചക്കലം ജീരകം, ചുവന്നുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് ശക്കല വെള്ളം കൂടി വെച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. വെറുതെ കളയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ കുക്കറിനകത്ത് പരിപ്പും മത്തങ്ങയൊക്കെ വെന്തിരിക്കുവാണ്. അപ്പോൾ ഏറെ തന്നെ കളയേണ്ടതല്ല, തന്നെ പോട്ടെ എന്ന് ഓർത്ത് ഞാൻ കളഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കടുക് അത് വേകുമ്പോഴത്തേക്കും കടുക് താളിക്കാന്ന് ഓർത്ത് ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഉള്ളി മൂപ്പിക്കൽ എന്ന പ്രക്രിയ കഴിഞ്ഞ്, അതായത് എൻ്റെ അൽക്കുലത്ത് ഉള്ളി മൂപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുക്കറിനകത്ത് നല്ല പോലെ പരിപ്പും മത്തങ്ങയൊക്കെ വെന്തൊടഞ്ഞിരിപ്പുണ്ടായിരുന്നേ. ഈ വെന്തൊടഞ്ഞത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. നല്ല കുറുകിയ ചാറ് ഉണ്ടാവുമല്ലോ. കഷ്ണം അങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കഷ്ണം പറക്കി മാറ്റാൻ വേണ്ടി നിൽക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ നന്നായിട്ട് വേവിക്കും. സാധാരണ എൻ്റെ ഇങ്ങനെ വേവാറില്ല, എന്തോ അബദ്ധം പറ്റിയെന്ന് വെന്ത് പോയി. പോട്ടെ. ഞാൻ അരച്ച് കഴിയാൻ വേണ്ടി നോക്കിയിരുന്ന പോലെ ടഫേന്ന് പറഞ്ഞ് കറണ്ട് ഒരു ഒറ്റ പോക്ക്. പിന്നെ ഞാൻ ജെല്ലൊന്ന് തുറന്നിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സൂര്യരശ്മികൾ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്ന നല്ല ഗ്ലോ ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ.
ശരി, അപ്പോഴത്തേക്കൊന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും കറണ്ട് വന്നു. പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. നല്ല ലൈസോളൊക്കെ ഇട്ട് നല്ല മണം പരക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ വേഗം അങ്ങ് ക്ലീൻ ആക്കി ഇട്ടു. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ലഞ്ച് വേണ്ട, ഞാൻ ഉച്ചയ്ക്ക് വന്നോളാന്ന് ദൈവത്തിന് മാത്രം അറിയാം വരുമോന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി രാത്രി ഇല്ലാതെ വരില്ല. ഈ 3-4 വട്ടം കറിയും ചോറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലഞ്ച് ബോക്സ് പൊതിഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്നാ കഴിക്കാൻ അപ്പവും പയറും ഒക്കെ ഉണ്ട്. മടിയാ കൊണ്ടുപോവാൻ, മടി. ഞാൻ എന്ത് ചെയ്യും? ചോറ് പൊതികെട്ടി കൊണ്ടുപോകുന്ന കെട്ടിയവന്മാരൊക്കെ ആളെ കെട്ടിയാൽ മതിയാറുന്നു. പൊന്നെ, അത് മുട്ടയിടട്ടാ. മുട്ടയിടാൻ വന്നാലും സ്വസ്ഥത കൊടുക്കൂല, അവൻ പിടിച്ചു വെച്ചോണ്ടിരിക്കും. കോഴിപ്പെണ്ണ അവർ പോയി. ബൈക്ക് അപ്പുറത്താണേ കൊണ്ട് വെച്ചേക്കണേ, താഴെ കൊണ്ട് വെച്ചേക്കോ. രാവിലത്തെ തിരുമലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അവിടെ പോയി കയറിക്കോളൂ. കുഞ്ഞിനെ ഇന്ന് വിടണ്ടാന്ന് ഓർത്ത് എനിക്ക് പറ്റില്ലായിരുന്നു നടന്നുകൊണ്ട് വരാൻ. അപ്പോൾ കവിതയും പറഞ്ഞ് ഞാൻ 9:30 കഴിയും പോകുമ്പോൾ റെഡിയാക്കി തന്നാ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയിട്ട് വരുമ്പോഴേ എൻ്റെ സമയം മൊത്തം പോകുമ്പോൾ ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. മിറ്റടിക്കാനുണ്ട്, പെരി അടിച്ച് വരണം. എനിക്ക് വാതപ്പടിയിൽ ഇങ്ങനെ ഉറുമ്പ് മണ്ണ് കൊണ്ടിട്ടേക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഹിറ്റ് അടിച്ച് വരണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. ചേട്ടാ രാവിലെ മിറ്റടിക്കണ്ടായിരുന്നു, കാരണം ഭയങ്കര പൊടിയല്ലേ. ആ മഞ്ഞവെള്ളത്തോട് കൂടി അടിക്കുവാണെങ്കിൽ വലിയ പൊടി പറക്കത്തില്ല. ഇനി പഠിക്കുമ്പോൾ ഭയങ്കര സീനായിരിക്കും. മാത്രമല്ല നല്ല കാറ്റും വീശുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമായിട്ട് പുളിയില ചുട്ടത്. ഇത് നമ്മുടെ പുളിയാരിലിട്ട് വറുത്ത മീനും. ഇത് പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമായിട്ടോ. അതായത് പുളിയില ചുട്ടത്, ഇരുമ്പുംപുളി ഇട്ട് പുളിയില ചുട്ടത്. ഈ സാധനം എന്താണെന്നറിയാവോ? ഒരു സൈസ് ചെറിയാണേ. ഞാൻ ആദ്യമായിട്ട് കണ്ട ചെറിയ ഉപ്പിലിട്ടതാണ്. ഇത് അന്ന് സൂര്യേൻ്റെ അടുത്ത് ഹൈറേഞ്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതും കാന്താരി മുളക് ഉപ്പിലിട്ടത്. ഇത് കണ്ടിട്ടുണ്ടോ? എൻ്റെ പേരെന്നാന്ന് അറിയത്തില്ല. എന്ത് ചെറിയാണ്, പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു സാധനം, അടിപൊളിയാണ്. പിന്നെ നമ്മൾ പയറ് മെഴുക്ക് വരട്ടി കൊതി സഹിക്കാൻ പാടില്ല, അതുകൊണ്ട് രാവിലെ തന്നെ ചോറെടുത്തുണ്ടാന്ന് ഓർത്തു. രാവിലെ ചോറുണ്ടെന്നല്ല, എന്നാലും പോട്ടെ, ഒരു ദിവസമായി. ഇനി ഈ പുളിയില റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒന്നും നോക്കണ്ട, പറഞ്ഞ് തന്നിരിക്കും. ഇരുമ്പുളിയും കൊണ്ട് പുളിയിലയുണ്ട്. പുളിയിലയും കൊണ്ടും ചൂടാൻ കേട്ടോ, പക്ഷെ എനിക്ക് ഇരുമ്പുളിയും കൊണ്ട് ചൂടാൻ ഇഷ്ടം.
അപ്പം അത് കഴിച്ചു നോക്കാം. ചെറിയ അടിപൊളിയാട്ടോ, എല്ലാ കറിയും അടിപൊളിയാണ്. ഓഹോ, അടിപൊളി. ചേട്ടാ എല്ലാവരും പോയി വേഗം മുണുങ്ങ് കഴിച്ചോ, അടിപൊളിയാണ്. ചേട്ടാ ബൈ, സീ യു.